ഒരു ദിവസമെടാ ഭയങ്കര ടയേർഡ്. എനർജി ആണെങ്കിൽ അങ്ങ് താഴെ ഒട്ടുമില്ല. അപ്പം ഞാൻ ഫോണും എടുത്ത് കുറച്ച് ഷോർട്സ് ഒക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 1-2 സെക്കൻഡ്സേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് മോള് റൂമിൽ നിന്ന് വെളിയിൽ വന്നത്. മോളൊരു പറച്ചില്, ആ മമ്മ റിലാക്സ് ചെയ്യാണല്ലോന്ന്. പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വന്നു. ദേഷ്യം വന്നാൽ ഞാൻ പറഞ്ഞു, ആഹാ എനിക്കെന്താ റിലാക്സ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അപ്പത്തേക്കിന് ആശാട്ടിയും ഭയങ്കര സങ്കടായി. അങ്ങനെ പോയി ഉള്ളിലേക്ക്. അപ്പൊ ഞാൻ ഓർക്കുക, ദൈവമേ ഞാൻ എന്തിനാ ഈ കുഞ്ഞു കാര്യത്തിന് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വന്നേ. നമ്മൾ ഈ ഇമോഷൻസിനെ പറ്റി സംസാരിക്കാന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഈ ഒരു സിറ്റുവേഷൻ ആണ് വന്നത്. അപ്പം ശരിക്കും ആങ്കർ എന്ന് പറഞ്ഞ ഒരു വില്ലനാണോ? നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ രഞ്ജു, എന്തുകൊണ്ടാണ് ആങ്കർ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഈ ഇമോഷൻ എന്തുകൊണ്ട് വരുന്നു എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് എന്താ തോന്നി അറിയോ, ആങ്കർ പലപ്പോഴും വരുന്നത് നമ്മൾ അൺസേഫ് ആണ്, ഒരു അൺഹാപ്പി, അല്ലെങ്കിൽ ആരോ നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്യുന്നു, ബൗണ്ടറി ക്രോസ് ചെയ്യുന്നു, അതോ നമ്മളെ സെൽഫ് റെസ്പെക്ടിനെ ഹേർട്ട് ചെയ്യുന്നു, ഇങ്ങനത്തെ ഏതോ ഒരു ഇമോഷൻ വരുമ്പം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്ന ഒരു ബ്രെയിനിന്റെ സിഗ്നലാണ് തോന്നുന്നു ആങ്കർ. അങ്ങനെ നമ്മൾക്ക് നോക്കുമ്പോൾ ആങ്കറിന് അത്ര ഈവിലായി തോന്നില്ല. നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഇമോഷൻ കൂടിയാണ് ആങ്കർ. അത് ഈ ആങ്കറില്ലേ പല 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 ഫോംസിലാണ് വരുന്നത്. നമ്മളുടെ വിചാരം പെട്ടെന്ന് ദേഷ്യം അല്ലെങ്കിൽ ആങ്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക, കുറെ ഷൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക, അല്ലേ? ഇതല്ലാണ്ട് വേറെയും ടൈപ്പ് ഓഫ് ആങ്കർ ഉണ്ട്. ആങ്കറിന്റെ ഫോംസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞു 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 കാര്യത്തിലൊക്കെ ഇറിറ്റേറ്റഡ് ആവുക, എല്ലാം അടുത്തടുത്ത് വരുന്ന കാര്യങ്ങളിലൊക്കെ ഇറിറ്റേറ്റഡ് ആവുക, അല്ലെങ്കിൽ ഷോർട്ട് റിപ്ലൈസ് കൊടുക്കുക. നമ്മൾ ചിലപ്പം എക്സ്പെക്ട് ചെയ്യുന്നതിലെ ഒരു ഒരു എന്താ എക്സ്പ്ലനേഷൻ ആയിരിക്കും, പക്ഷെ ഷോർട്ട് റിപ്ലൈസ് തരിക, അല്ലെങ്കിൽ ആൻസറേ പറയാണ്ടിരിക്കുക. അപ്പം ഇതൊക്കെ ആങ്കറിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ്. പക്ഷെ ഇതിന് ഒക്കെ കൂടെ ആങ്കർ ചിലപ്പം ഭയങ്കര അൺഹെൽതി ആവാറുണ്ടടാ. അതിന്റെ പ്രശ്നം എപ്പോഴാ കാണുന്ന വെച്ചാൽ, നമ്മൾക്ക് ഉള്ളിൽ ഒരേ ദേഷ്യം കുറെ കാലം ഇരിക്കുകയെന്ന് വെച്ചോളൂ. ഇരുന്നിട്ട് നമ്മൾ അതിന്റെ മേലെ ബ്രൂഡ് ചെയ്ത് അപ്പൊ അതിന്റെ ഔട്ട്കം എങ്ങനെയാ വരുന്നത്, ഒരു ഔട്ട് ബേസ്റ്റ്, ഭയങ്കര എഗ്രഷൻ, അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുക. ഇങ്ങനെയൊക്കെ വന്നാൽ ഈ പ്രൊട്ടക്ട് ചെയ്യാൻ വന്ന നമ്മുടെ ആങ്കർ ഇപ്പൊ നമ്മളെ തന്നെ ഹാം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറും. ഈ ആങ്കറിനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനും ഡിഫറെന്റ് വേസ് ഉണ്ട്. ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ദേഷ്യം വരുന്നു എന്ന് നമുക്ക് തന്നെ മനസ്സിലാവുമ്പോൾ നമ്മളൊരു പോസ് എടുക്കുക. ഒരു ഒരു ജസ്റ്റ് ഒരു 3 to 5 seconds നമ്മൾക്ക് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മളുടെ ബോഡിക്ക് തന്നെ നമ്മൾ കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ആലോചിക്കാം നമ്മളുടെ എന്ത് ബൗണ്ടറി, നീ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആങ്കർ ശരിക്കും വരുന്നത്. അപ്പം ഏത് ബൗണ്ടറിയാണ് നമ്മളുടെ ഇവിടെ ക്രോസ് ആയിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറച്ചൊന്ന് സപ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓണസ്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ദേഷ്യവും ഒച്ചപ്പാടും ഒന്നും അല്ലാതെ, ഈ ഒരു കാര്യം എന്നെ ശരിക്കും ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓണസ്റ്റ്ലി പറയുമ്പോൾ മറ്റൊരാൾക്ക് മനസ്സിലാകും അയാളുടെ എന്ത് ആക്ഷനാണ് നമ്മൾക്ക് ഈ ആങ്കർ ട്രിഗർ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം ദാറ്റ് പേഴ്സൺ ഓൾസോ വിൽ ബി കെയർഫുൾ നെക്സ്റ്റ് ടൈം ഇതുപോലത്തെ ആക്ഷൻസ് വരാണ്ടിരിക്കാൻ. അപ്പം എന്താന്ന് പറഞ്ഞാൽ അവിടെ ഒരു സൊല്യൂഷൻ ആയിട്ടും വരും അത്. കറക്റ്റ്. അപ്പോൾ അങ്ങനെ സമ്മറൈസ് ചെയ്ത് വരികയാണെന്ന് വെച്ചാൽ, ആങ്കർ എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ നമ്മൾക്ക് ഈ വിളിക്കാതെ വരുന്ന ഒരു ഫ്രണ്ടാണ്. ആ ഫ്രണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്, ആലോചിക്കേണ്ട സമയമായി, ചിന്തിക്കൂ വാട്ട് ഇസ് കോസിങ് ഇറ്റ്. പിന്നെ അധിക കാലം വീട്ടിൽ വെക്കണ്ട, നമ്മളെ ബോഡിയിൽ വെക്കണ്ടാത്തൊരു ഇമോഷനാണ്. അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത്, ഈവൽ ഒന്നുമല്ല, പിന്നെ എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൂല. ആങ്കർ എക്സ്പ്രസ് ചെയ്യരുത്, സപ്രസ് ചെയ്യണം എന്ന് പറയുന്നത് തെറ്റാണ്. യു ക്യാൻ എക്സ്പ്രസ്, പക്ഷെ രഞ്ജു പറഞ്ഞ ബ്യൂട്ടിഫുള്ളി എക്സ്പ്രസ് ചെയ്യുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാനും ഈസിയാണ്. അപ്പൊ നമുക്ക് ഒരു ബ്ലെസ്ഡ് ഇമോഷൻ ആണ് ആങ്കറും. ബ്രെയിൻ ഇസ് വർക്കിംഗ്, ബ്രെയിൻ ഇസ് ഗിവിംഗ് യു സിഗ്നൽ. ആ സിഗ്നലിനെ കറക്റ്റ്ലി റിസീവ് ചെയ്യുക, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, എന്നിട്ട് പറഞ്ഞു വിടുക. പറഞ്ഞു വിടുക. അത്രയേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹർ വിത്ത്